ടീമുകൾ എൻട്രി ഏജന്റ് ടോസ് നിർണ്ണയിക്കും. ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലുള്ള വിജയനാഥം വീണ്ടും മുടങ്ങിക്കഴിഞ്ഞു കളികൾ. വിജയിച്ചാലത് സെമി ഫൈനൽ പോരാട്ടത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ 8ാം സ്ഥാനം വാങ്ങി സംഘാടകരുടെ സമ്മാനം ഏറ്റുവാങ്ങി കളിക്കളത്തിനോട് വിട പറയേണ്ടി വരും. അത് ഒരു പുറത്ത് ആവേശ പോരാട്ടങ്ങളിൽ നിന്നും കളിക്കളത്തിന് സമ്മാനിക്കുന്ന വയനാടിന്റെ മുന്നണി പോരാളികളാണ് ഒരു പുറത്ത്. അത് ഇതിന്റെ കളിക്കളം പിടിച്ചെടുക്കാൻ കോതമംഗലം കൊയിലാണ്ടിയുടെ കൈ പിടിച്ച് കാഞ്ഞിരങ്ങാട് വയനാട് കറുപ്പും മഞ്ഞയുമെല്ലാം ജേഴ്സിയിൽ അണിഞ്ഞൊരുങ്ങി കളിക്കളത്തിൽ കമന്ററി ബോക്സിന്റെ ഒരു പുറത്തെങ്കിൽ വന്ദന കലാവേദിയുടെ കൈ പിടിച്ച് റോയൽ സെവൻസ് മണ്ണഴിക്കുളം മലപ്പുറത്തിന്റെ പടയാളികൾ ഒരു മലപ്പുറമാണോ വയനാടാണോ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി നീലയും കറുപ്പിലുമെല്ലാം ജേഴ്സിയിൽ അണിഞ്ഞൊരുങ്ങി മണ്ണഴിക്കുളത്തിന്റെ മുന്നണി പോരാളികളാണ് ഒരു പുറത്തേക്ക്. ഇത് വയനാടിന്റെ മഞ്ഞ പടയാളികൾ കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടങ്ങൾക്കരികിലേക്ക് കളിക്കളം വഴിമാറുന്നു. വിശ്വമയക്കുവാനുള്ള അറിവും വിശ്വാസത്തോളം വിളിക്കാമെന്ന പേരുമായപ്പോൾ കമ്പ കേരളം നെഞ്ചോട് ചേർത്ത് വെച്ച് 2 നാമധേയമാണ്. ഫൈറ്റേഴ്സ് കാഞ്ഞിരങ്ങാട്, റോയൽ സെവൻസ് മണ്ണഴിക്കുളം. കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം തന്നെയാണിത്. ആവേശാരംഭങ്ങൾ കൊണ്ട് കയ്യടി താള മേളമൊരുക്കി കളിക്കളത്തിനെ സമ്പന്നമാക്കുവാൻ 14 കായിക താരങ്ങൾ വയനാടിന്റെ പടപോരാളികൾ ഒരു പുറത്താണ്. അതെ, ലക്ഷോപലക്ഷം മാനസങ്ങളെ ലക്ഷണ തികവ് കൊണ്ട് ആരാധകരാക്കി മാറ്റിയ ലക്ഷണമൊത്ത താരങ്ങളാണ് ഈ കളിക്കളത്തിൽ പോരടിക്കുന്നത്. ഇതാ ഓണമഞ്ഞ പെയ്യുന്ന കോളനാട്ടിൽ നിന്നും കേളികേട്ട ഈ മണ്ണിലേക്ക് രാജാതിരാജനായി രാജരാജ ഗന്ധർവന്മാരായി കടന്നു വന്ന ഫൈറ്റേഴ്സ് കാഞ്ഞിരങ്ങാട് ഒരു പുറത്ത് ആവേശത്തിന്റെ ആർത്തുവിളികളിൽ ഉയരുന്ന മണ്ണിൽ ഇതാ സകലത്തും മറന്ന് പോരടിക്കുന്ന പോരാളികൾ എതിർമുഖത്ത് റോയൽ സെവൻസ് മണ്ണഴിക്കുളം മലപ്പുറം വന്ദന കലാവേദിയാണോ പ്രസന്റോ കോതമംഗലം കൊയിലാണ്ടിയാണോ? ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി 14 കായിക താരങ്ങൾ കൈയടിച്ച് മാത്രം സ്വീകരിച്ച് വയനാടാണോ മലപ്പുറമാണോ വന്ന് നിലകൊണ്ട ഏത് വമ്പനും വളർന്ന വിശ്വനാഥ പുത്രന്മാർ തമ്മിലുള്ള പോരാട്ടം. ഇത് വടക്കപ്പാട് അടക്കി വരിക്കുന്നവരിത വടക്കിന്റെ നടുവിലിത ജന്മം കൊണ്ട വടക്കൻ വജ്രായുധങ്ങൾ അവസാന ഇഞ്ചുകളിലേക്ക് വഴിമാറുന്ന പോരാട്ടം. ഇതാ ഫൈറ്റേഴ്സ് കാഞ്ഞിരങ്ങാടിന് ഈ കളിക്കളത്തിൽ കാലിടന്നു. ഇതാ 9 മുക്കാൽ അടിയിൽ നിന്ന് തിരിച്ചു വരുന്നതിന് കളമൊരുക്കാം കളിക്കളത്തിൽ വയനാടിന്റെ മഞ്ഞ പടയാളികൾ എതിർമുഖത്ത് അവസാന ഇന്ത്യ തങ്ങൾക്ക് അനുകൂലമെത്താൻ റോയൽ സെവൻസ് മണ്ണഴിക്കുളം കൈയടിച്ച് ഈ കളിക്കളം വിജയം തങ്ങൾക്ക് അനുകൂലമാക്കി ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് കാലൂന്നി കടന്നു പോകുന്നു. അത് വന്ദന കലാവേദി സ്പോൺസർ ചെയ്ത റോയൽ സെവൻസ് മണ്ണഴിക്കുളം. മാത്രം സ്വീകരിക്കാം. അത് ഇത് മലപ്പുറത്തിന്റെ 2 മുന്നണി പോരാളികൾ തമ്മിലുള്ള പോരാട്ടം. ജാസ് വണ്ടൂരാണോ വാഴയിലൂടെ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി A1 ലാർജ് കൊയിലാണ്ടിയുടെ കൈയും പിടിച്ച് ജാസ് വണ്ടൂർ ചെമ്പടകൾ ഒരു പുറത്തേക്ക് പാലി ബ്രദേഴ്സിന്റെ കൈയും പിടിച്ച് VCA വാഴയിലുകൾ മലപ്പുറത്തിലെ പടയാളികൾ എതിർമുഖത്ത് കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം തന്നെയാണ്. കളിക്കളത്തിൽ കൈയടിച്ച് നല്ലൊരു കൈയടി കളിക്കളത്തിന് എന്നും സമ്മാനിച്ച് കടന്നു പോകുന്ന പടയാളികൾ തമ്മിലുള്ള പോരാട്ടം. അതെ, ആവേശ പോരാട്ടം എന്ന കളിക്കളത്തിൽ സമ്മാനിച്ച് ഒരു നിലനിൽപ്പിന്റെ ആവശ്യം തങ്ങൾക്ക് അനിവാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് വണ്ടി കയറി വന്ന 14 കായിക താരങ്ങൾ വിജയിച്ചാൽ അത് സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് പരാജയപ്പെട്ടു കഴിഞ്ഞ 7ാം സ്ഥാനക്കാരായി ഈ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് വിടവറേണ്ടി വരുമെന്ന് ഉറപ്പുള്ള മലപ്പുറത്തിന്റെ 14 കായിക താരങ്ങളാണ് കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം. അത് 1001 രാമുകളിൽ 7000 നിലപൊളിച്ച് 70,000 താരകച്ചൂടേറ്റ് പൂത്തുലഞ്ഞി 1001 കടൽമുട്ടിൽ പവിടം ചേർത്ത് ഊതിക്കാച്ചി 33 മണിക്കൂട്ടുകൾക്കുള്ളിലെ മണിയറക്കുള്ളിൽ ആതങ്കപടം വിടർന്നു നിൽക്കുന്ന കിസറ കൈസരിന്റെ രാജകുമാരി വിരിയിപ്പിച്ച ഇസ്കിന്റെ ഗന്ധം പോലെ 1001 രാവുകളിൽ മാറ്റുരച്ചാലും ഇറങ്ങി തിരിച്ചാൽ പിന്നെ പടിയിറങ്ങാൻ കഴിയാത്ത വിധം കടപ്പരിയുന്ന കായിക വിനോദത്തെ ഇക്കാലം അത്രയും ഇടനെഞ്ചിൽ കൊത്തിവെച്ച ഇടറാത്ത കാൽപ്പാടങ്ങളുമായി പത്തരമാറ്റിൽ 10 അടിയിൽ കടക്കാൻ ഇതാ മലപ്പുറത്തിന്റെ 14 കായിക താരങ്ങൾ കൈയടിച്ച് മാത്രം സ്വീകരിക്കുന്ന പോരാട്ടം. ഈ പടയോട്ട വേദിയിലേക്ക് പാഞ്ഞെടുത്ത് കടന്നു വന്ന പോരാളി കൂട്ടങ്ങളുടെ മത്സരമാണോ?
ഇതിനെ മാത്രം സ്വീകരിക്കുന്നത് പോരാ. മലപ്പുറം വോയിസ് ഓഫ് വിയൂരിന്റെ കയ്യിൽ പിടിച്ച് ഒരു പുറത്തേക്ക് ഇതിനുകൊണ്ട് കളിക്കളം പടവെട്ടി പിടിക്കുക എന്ന ലക്ഷ്യത്താൽ പിടിമുറുക്കിയത് വയനാടിന്റെ മണ്ണിൽ നിന്നും എഴുന്നൂറ്റിയ പടയാളികളുടെ കറുപ്പും ചുവപ്പുമെല്ലാം ജേസിയിൽ അണിഞ്ഞൊരുക്കി ഒരു പുറത്ത് വെനം ഫൈറ്റേഴ്സിന്റെ കയ്യിൽ പിടിച്ച് സുൽത്താൻ ബോയ്സ് ബത്തേരി വയനാട് കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം തന്നെയാണ്. അതെ, 10 പഞ്ചവർണ്ണ തത്തയുടെ 10 ചെഞ്ചുണ്ടും പച്ചിറച്ചിയിൽ കൊത്തിവലിച്ച് പറന്നുപോയ കഴുകനെ കാട്ടുകമണ കൊണ്ട് എറിഞ്ഞു വീഴ്ത്തി ഏറ്റെടുത്ത കാന്തകത്തെ 7013 കാന്താരിമുളകിട്ട് ഒറ്റത്തട്ടിൽ പൊള്ളിക്കുന്ന കാട്ടുകൂട്ടച്ചോലയിൽ ഇക്കത്തിട്ട് തിളപ്പിച്ച് മുക്കി പഠിപ്പിച്ചെടുത്ത മുള്ളാടി ചാട്ടമാറ് കൊണ്ട് 10 തൂണുള്ള മഞ്ചേരിയുടെ പാലത്തിൽ പാണൻപായ മുതുകിൽ കെട്ടി വെള്ളക്കാരൻ നെൽസൺ മത്സരെ തഴച്ച നാട്ടുരാജാക്കന്മാരുടെ തലപ്പാവ് ധരിച്ചവർ ഒരു പുറത്തത് ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൽ കൊണ്ടോട്ടി മലപ്പുറമാണെങ്കിൽ എതിർമുഖത്തത് കളിക്കളം പിടിച്ചെടുക്കാൻ സുൽത്താക്കന്മാരായി ബത്തേരിയുടെ മണ്ണിൽ നിന്നും വയനാടിന്റെ മണ്ണിൽ നിന്നും ചുരമിറങ്ങി ഈ കോഴിക്കോടിന്റെ ഈ കളിയാട്ട ഭൂമിയിലേക്ക് എത്തിയ പടയാളികൾ. അത് ഒരു പുറത്ത് സുൽത്താൻ ബോയ്സ് ബത്തേരി വെനം ഫൈറ്റേഴ്സിന്റെ കയ്യിൽ പിടിച്ചെങ്കിൽ എതിർമുഖത്ത് വോയിസ് ഓഫ് വിയൂരിന്റെ കയ്യിൽ പിടിച്ച് ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൽ കൊണ്ടോട്ടി മലപ്പുറം കൈയടിച്ച് മാത്രം സ്വീകരിക്കുന്ന പോരാട്ടം തന്നെയാണ്. അവസാനം ഇഞ്ചുകളിലേക്ക് വയനാടിന്റെ സുൽത്താക്കന്മാർ ഒരു തിരിച്ചുവരവിന്റെ കളമൊരുക്കി മലപ്പുറത്തിന്റെ മുന്നണി പോരാളികളില്ല പോരാട്ടത്തിലേക്ക് തങ്ങൾ മുന്നേറുന്നത് ഊട്ടിയുറപ്പിച്ച് നടന്നിരിക്കുന്ന 7 കായിക താരങ്ങൾ വയനാടിന്റെ മണിമുത്തുകൾ കൈയടിച്ച് മാത്രം സ്വീകരിച്ച് നല്ലൊരു പോരാട്ടം. സെമിഫൈനൽ പോരാട്ടത്തിലേക്ക് സുൽത്താൻ ബോയ്സ് വയനാട്. ഇനി അവസാനം മാത്രം സ്വീകരിക്കുന്ന പോരാട്ടം. കളിക്കളത്തിൽ ആവേശ പോരാട്ടങ്ങളിൽ നിന്നും കളികളത്തിൽ സമ്മാനിക്കുന്ന പടയാളികളുടെ താസ്ക് മടിക്കപ്പാടം പാലക്കാടിന്റെ മണ്ണിൽ നിന്നും ഈ കളിക്കളത്തിലേക്ക് വരുന്നെത്തിയ 7 കായിക താരങ്ങൾ ഒരു കൂട്ടം. ഇതിനുമുഖത്ത് കളിക്കളം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്താത്തിന് പിടിമുറുക്കി കടന്നു വന്ന പടയാളികൾ സംഘമിത്ര പന്തീർപ്പാടം കോഴിക്കോട് പ്രേസറാമിയ മന്നംകുന്നിന്റെ കയ്യിൽ പിടിച്ചു ഒരു പുറത്ത്. ഇതിനുമുഖത്ത് വെനം ഫൈറ്റേഴ്സിന്റെ കയ്യിൽ പിടിച്ച് താസ്ക് മടിക്കപ്പാടം പാലക്കാട് കൈയടിച്ചു മാത്രം സ്വീകരിക്കുന്ന ഒരു പോരാട്ടം. അത് അനുഗ്രഹിച്ചു നൽകിയ ദിവ്യഭാരം മൈതാപുരത്താൽ ചവിട്ടിയിരക്കപ്പെട്ടതിൽ ദുഷ്ടനാം ദുർവാസാവിന്റെ ശാപത്താൽ ബാധിച്ച ജനാന്തരങ്ങൾക്ക് പ്രതിവിധിയായി മന്ദന പർവ്വതത്തെ കടക്കോല് വാസുകിയ കായറമാക്കി ക്ഷീരസാഗര മദനം നടത്തിയപ്പോൾ ദേവന്മാർക്ക് ലഭിച്ചത് അമൃതം മറ്റു വിശിഷ്ട വസ്തുക്കളുമാണെങ്കിൽ ഈ കളിക്കളത്തിൽ ആര് വീഴുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി 14 കായിക താരങ്ങളാണ് അർജുനന്റെ ഇടനെഞ്ചി തകർക്കാൻ അസ്ത്രവിദ്യയുമായി രംഗപ്രവേശനം ചെയ്ത ഏകല്യവന്റെ ഏകാഗ്രത, താലാൾ പട്ടാളത്തിന്റെ ശത്രു സൈന്യത്തെ തച്ചു തകർത്ത അഭിമന്യുവിന്റെ ധീരത, ആനയേയും മയക്ക് മരിമോടലുടെ മായം തിരിപ്പും വശത്താക്കി ആരോമൽ ചേകവരുടെ അംഗക്കരിയുമായി കമ്പ കയറിൽ അംഗം വെട്ടുവാനായി എത്തിച്ചേർന്ന കൊമ്പന്മാരുടെ വമ്പ പോരാട്ടം. കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം. സംഘമിത്ര പന്തീർപ്പാടാണോ അതോ താസ്ക് പഠിക്കപ്പാടം പാലക്കാടാണോ? ആര് വീട് കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടങ്ങളുടെ കരികിലേക്ക് കളിക്കളം വഴിമാറുന്നു. ഇതാ പഠിക്കപ്പാടത്തിന്റെ മണ്ണിലേക്ക് ഈ കളിക്കളത്തിലെ ചാമ്പ്യൻ പ്രൈസ് എത്തിക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ പിടിമുറുക്കി കടന്നു പോകുന്ന പാലക്കാടിന്റെ മണിമുത്തുകൾക്ക് കാലിടണമോ? വെനം ഫൈറ്റേഴ്സിന് കാലിടണമോ? അതോ റാൻസ്ലാനിയ മന്നംകുന്നിന് കാലിടണമോ? അവസാന ഇഞ്ചുകളിൽ നിന്ന് ഒരു ഉഗ്ര പോരാട്ടം കളിക്കളത്തിന് സമ്മാനിച്ച് കടന്നു പോകുവാൻ സംഘമിത്ര പന്തീർപ്പാടത്തിന് പറ്റുമോ? ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ഇല്ല. പാലക്കാടിന്റെ പടയാളികളില്ല കളിക്കളത്തിൽ അവസാന ഇഞ്ചിന് തങ്ങൾക്ക് അനുകൂലമാക്കി ഇവളുകൾ വലിച്ചെടുപ്പിക്കാൻ പഠിക്കപ്പാടം പാലക്കാട് സെമിഫൈനൽ പോരാട്ടം.